ചിലപ്പോൾ ഓവൻ കുറച്ച് നാൾ ഇവർ ഉപയോഗിക്കാതെ ചിലപ്പോൾ എബ്രോഡോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 മാസത്തേക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ തിരിച്ചു വന്നിട്ട് ഈ ഓവൻ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ MCB അല്ലെങ്കിൽ ELCB ഒക്കെ ട്രിപ്പായി പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ സർവീസ് സെൻ്ററിലേക്ക് ആളെ വിളിക്കും, ടെക്നീഷ്യൻ വന്നത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് നമുക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാം. അതായത് എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓവൻ്റെ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കോയിൽ ഗ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കോയിലിനകത്ത് നമ്മളൊരു 2-3 മാസമൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ മോയ്സ്ചർ പിടിക്കും. ഈ മോയ്സ്ചർ പിടിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിനകത്ത് ട്രിപ്പിങ് വരുന്നത്. അതായത് ELCB ഒക്കെ ട്രിപ്പായി പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ, ഈ കാണുന്ന ഇതൊരു ഓവൻ്റെ വയറാണിത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 പിൻ ടോപ്പ് ഇട്ടിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ബ്ലാക്ക് വയർ വരുന്നത് ന്യൂട്രും, റെഡ് വരുന്നത് ഫേസുമാണ്, ഇത് ഗ്രീൻ വരുന്നത് എർത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ പിന്ന് ഊരിയിട്ട് ഈ എർത്ത് വയർ ഇതിൻ്റെ കണക്ഷൻ വിടിയിച്ചിട്ടിട്ട് ഫേസും ന്യൂട്രും മാത്രം കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ടൈമും സെലക്ട് ചെയ്യുക. മേളത്തെയും താഴത്തെയും കോയിൽ അത് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് അത് പ്രോഗ്രാം ഉണ്ടാവും, മേളത്തെയും താഴത്തെ പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാം സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 99% കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂ ഈ ഒറ്റൊരു കാരണം കൊണ്ട് മാറിക്കിട്ടും. തിരിച്ച് എന്നിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അതേപോലെ തന്നെ 3 പിന്നിൽ കണക്ട് ചെയ്ത് നോർമലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ വയർ മാത്രം ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നേരത്തേക്കുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. വേറെ പ്രശ്നങ്ങളോ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.